ഇപ്പോൾ ഇറാൻ പറയാണ് ഖാംനെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഒരു അറയിൽ ഞങ്ങൾ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിനെതിരെ പറയാൻ ആർക്കും സാധിക്കും. കാരണം ഇറാനുള്ള എന്താ സംഭവിക്കുന്നത് ഇവർക്ക് ആർക്കും അറിയില്ല. ഇറാനെ അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ, അതായത് ഇറാന്റെ മേൽ ഉപരോധങ്ങളില്ല. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മറ്റൊരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ അമേരിക്ക പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ അമേരിക്കയുമായുള്ള ചർച്ചകളേക്കാൾ ഇനി പ്രാധാന്യം കൊടുക്കാൻ പോകുന്നത് ഗൾഫ് മേഖലയുമായുള്ള സഹകരണത്തിന് വേണ്ടിയിട്ടാണ്. റഷ്യ ആയാലും ചൈന ആയാലും ഈ യുദ്ധ വിഷയത്തിൽ പൂർണ്ണമായിട്ടും ഇറാനൊപ്പം നിലകൊണ്ട രാജ്യങ്ങളാണ്. ഇറാന് പലതരത്തിലുള്ള ആയുധങ്ങളും സാങ്കേതിക സംവിധാനവും സാറ്റലൈറ്റ് സഹായങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ റഷ്യയും ചൈനയും തള്ളിപ്പറയാൻ അല്ലെങ്കിൽ അവർക്ക് നേരെ വെല്ലുവിളി ഉയർത്താനായിട്ട് ട്രംപോ നെതന്യാഹുവോ തയ്യാറായിട്ടുമില്ല. ഇത് ഖത്തറിലെ ദോഹയിൽ നടക്കുന്ന രണ്ടാം ഘട്ട സമാധാന ചർച്ചയുടെ ഭാഗമായിട്ട് ഇറാൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ ഒരു ചർച്ച നടത്തുന്നത് എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ ആ വാദം പൂർണ്ണമായും ഇറാൻ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ചർച്ച ഇറാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇറാൻ്റെ ആവശ്യപ്രകാരം അങ്ങനത്തെ ഒരു ചർച്ചയ്ക്ക് ഇറാൻ പോയിട്ടുമില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ചർച്ച നടക്കുന്നുണ്ട്. അത് തടഞ്ഞു വെച്ചിരിക്കുന്ന ആ ഉപരോധങ്ങൾ മൂലം തടഞ്ഞു വെച്ചിരിക്കുന്ന ഫണ്ട് വിട്ടുകിട്ടാനുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇറാൻ പറയുന്നത് ഇറാന്റെ ഈ ഒരു 60 ദിവസത്തെ കരാർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ എങ്ങനെയാണ് പറ്റുക, അത്തരം കാര്യങ്ങളാണ് ഇറാൻ ഇപ്പോൾ ചർച്ചയിൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അതല്ലാതെ മറ്റൊരു ചർച്ചകളിലേക്കൊന്നും പോയിട്ടില്ല. യുദ്ധമുണ്ടായതിനെ തുടർന്നാണ് ഈ ഒരു ചർച്ച എന്നും ട്രംപ് പറഞ്ഞിരുന്നു. അതൊന്നുമല്ല കാര്യമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എപ്പോഴും അറിയാം ട്രംപ് ഇങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ട്രംപിന് തോന്നുന്നത് വിളിച്ചു പറയും, അത് മറ്റുള്ളവരെ അംഗീകരിച്ചോളണം എന്നുള്ള മനസ്ഥിതിയാണ്. പക്ഷേ ഇറാൻ്റെ അടുത്ത് നടപ്പില്ല. ഇറാൻ അപ്പം തന്നെ പ്രതികരിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഇറാൻ ഇത് പ്രതികരിച്ചിട്ടുണ്ട്. എന്തായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾ അതുമായി ബന്ധപ്പെട്ട്? അല്ല, ഇതിൽ ആരും പറയാത്തൊരു പോയിന്റാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതായത് ഇതുവരെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏത് മാധ്യമപ്രവർത്തകർ വിശകലനം നടത്തിയാലും പറയാൻ പോകുന്നൊരു കാര്യം ഇതെങ്ങും എത്താൻ പോകുന്നില്ല, യുദ്ധം തുടരാം, തുടരാതിരിക്കാം, ട്രംപ് എപ്പോഴും ഇങ്ങനെയാണ്, ഇറാൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്, ഇതൊക്കെ തന്നെയാണ് സ്ഥിരമായി സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു മൊമെൻ്റ് മുതൽ അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം മുതൽ ഇറാൻ വളരെ ബ്രില്യൻ്റായൊരു ഗെയിമിന് തുടക്കമാണ്. ഇന്ന് ഖത്തറിൽ അല്ലെങ്കിൽ ദോഹയിൽ നടക്കേണ്ട ചർച്ച, അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഇറാനിൽ നിന്ന് പ്രതിനിധികൾ പോയിട്ടുണ്ട്. പക്ഷേ ആ ചർച്ച എന്തിനെക്കുറിച്ചാണ് എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ ഒരു വലിയ ആശയക്കുഴപ്പമുള്ളത്. അപ്പം ഈ ചർച്ച നടക്കുന്നു എന്ന് പറയുന്നത്, ചർച്ച ആരംഭിച്ചിട്ടില്ല. ആ ചർച്ച അങ്ങനെ അമേരിക്ക പറഞ്ഞതുപോലൊരു ചർച്ചയെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല എന്നുള്ളതാണ് ഇറാൻ്റെ വേർഷൻ. പക്ഷെ അതേസമയം ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മറ്റൊരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ അമേരിക്ക പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ അമേരിക്കയുമായുള്ള ചർച്ചകളേക്കാൾ ഇനി പ്രാധാന്യം കൊടുക്കാൻ പോകുന്നത് ഗൾഫ് മേഖലയുമായുള്ള സഹകരണത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഗൾഫ് രാജ്യങ്ങളുമായി ഒരു വലിയ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുമായി സഹകരണം തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയാകാം, അല്ലെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇറാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ കണ്ട ഇറാൻ എന്താണ്? ഗൾഫ് രാജ്യങ്ങളിലേക്ക് തീ തുപ്പുന്ന ഇറാനിയാണ്. അപ്പോൾ ഇന്ന് അബ്ബാസ് അരാഗ്ചി പറഞ്ഞ വാർത്ത, അതിൻ്റെ മലയാളം എന്ന് പറയുന്നത്, ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിൻ്റെ ഭാഗമായി അവരുമായി സുരക്ഷാ സഹകരണ കരാറുകളിൽ ഏർപ്പെടാൻ ഇറാൻ സന്നദ്ധമാണ് എന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറയുന്നത്. മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് ഇത് വലിയ മുതൽക്കൂട്ടാകും എന്ന് ഇവർ വിലയിരുത്തുകയാണ്, ഇറാൻ വിലയിരുത്തുകയാണ്. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള സഹകരണമായാലും അത് വ്യാവസായികമായിട്ടായിരിക്കാം, അതുപോലെയുള്ള മറ്റു പല സഹകരണങ്ങളും ഞങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യും എന്ന നിലയിൽ ഇറാൻ സംസാരിക്കുമ്പോൾ തന്ത്രപരമായിട്ട് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയെ റീപ്ലേസ് ചെയ്യാനുള്ള നീക്കമാണ് ഇറാൻ നടത്തുന്നതെന്ന് നിസ്സംശയം പറയാം. അതായത് ഇത്രയും കാലം അമേരിക്ക മറ്റ് രാജ്യങ്ങളോട്, ഈ ഗൾഫ് രാജ്യങ്ങളോട് പറഞ്ഞിരുന്നൊരു കാര്യം, തീവ്രവാദ ശക്തികൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഇറാൻ ഉൾപ്പെടെയുള്ള ആക്സിസ് ഓഫ് ഈവിൾ എന്നാണ് ഇറാനെ അമേരിക്ക വിശേഷിപ്പിക്കുന്നത്, ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത്, അതായത് തിന്മയുടെ അച്ചുതണ്ട്. ഇറാൻ ആണെങ്കിൽ അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ്, പ്രതിരോധത്തിന്റെ അച്ചുതണ്ടെന്നാണ്. അതായത് ഇറാൻ ഇതിനെ കാണുന്നത് പാശ്ചാത്യ ശക്തികളുടെ കടന്നുകയറ്റം അറബ് മേഖലയിലേക്ക് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധം എന്ന നിലയ്ക്കാണ് ഇറാൻ അവരുടെ ആക്രമണത്തെ ആയാലും പ്രതിരോധത്തെ ആയാലും രക്തസാക്ഷിത്വത്തെ ആയാലും എന്തിനായാലും അവർ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ആണ്, ഞങ്ങളുടെ പ്രതിരോധമാണ്. എന്തിനാണ് പാശ്ചാത്യ ശക്തികൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് അധിനിവേശം നടത്തുന്നത്? എന്തിനാണ് ഗൾഫ് മേഖലയിൽ അമേരിക്ക ഇങ്ങനെ പിടിമുറുക്കുന്നത്? ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തിനാണ് നിങ്ങൾ പരിഹരിക്കുന്നത്? ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ
ഇസ്ലാമിക രാജ്യങ്ങളുടെ ഭരണഘടനയൊക്കെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. ആ രാജ്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും തർക്കമുണ്ടായാൽ അതിനൊരു യുദ്ധമാക്കി വളർത്തി അതിനെ പരിപോഷിപ്പിച്ച് ഒടുവിൽ സമാധാന കരാറുണ്ടാക്കി അവിടെ ഒരു സൈനിക കേന്ദ്രം തുടങ്ങി വെച്ചിട്ട് അമേരിക്ക കുറേ കാലമായി കളി തുടങ്ങിയിട്ട്. ഇപ്പം ഇറാഖ് അധിനിവേശമായാലും സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്ന വിഷയമായാലും അഫ്ഗാനിലേക്ക് നടത്തിയ അധിനിവേശമായാലും ചരിത്രപരമായിട്ട് അമേരിക്കയുടെ ഒരു സ്റ്റാൻഡുണ്ട്. ഇതിനെ കാലങ്ങളായിട്ട് ഇറാൻ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇറാന് നേരെ അമേരിക്ക ആക്രമണം ആരംഭിച്ചപ്പോൾ ലോകത്തിനൊരു കാര്യം മനസ്സിലായി. ലോകത്തേക്കാൾ ഉപരി അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇറാനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇത്രയും കാലം പുലി വരുന്നേ പുലി എന്നുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അമേരിക്ക എപ്പോഴും എല്ലാവരെയും ഭയപ്പെടുത്തിയിരുന്നു. ഗൾഫ് രാജ്യങ്ങളോടും പറഞ്ഞത് നിങ്ങളൊന്നും പേടിക്കേണ്ട, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്നൊരു ഒരു 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 ഇല്ലാത്ത അദൃശ്യമായ ഒരു ധൈര്യം, അദൃശ്യമായ ഒരു ഭയം, ഇത് ഒരേ സമയം വിപണനം ചെയ്യുകയായിരുന്നു അമേരിക്ക. അപ്പോൾ അതിൽ പല കാര്യങ്ങളുണ്ട്. ഇപ്പം അമേരിക്ക ഒരു അധിനിവേശം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം ഉണ്ടാകും. ഈ ആക്രമണങ്ങളെ തടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക കൂടുതൽ സൈനികരെ അവിടെ വിന്യസിക്കും, അല്ലെങ്കിൽ അവരുടെ സൈനിക താവളങ്ങൾ വിപുലീകരിക്കും. അതുപോലെ തന്നെ ആയുധങ്ങൾ വലിയ തോതിൽ ഈ അറബ് രാജ്യങ്ങൾക്ക് നൽകും. വെറുതെ കൊടുക്കുന്നതല്ല, പൈസ വാങ്ങിച്ചിട്ട് തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ ബിസിനസ്സാണിത്. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് അതൊരു വലിയ സാമ്പത്തിക ലാഭമാണ്. അതോടൊപ്പം അറബ് രാജ്യങ്ങളെ കൂടെ നിർത്താൻ വേണ്ടിയുള്ള ഒരു കാരണം കൂടിയാണ്. നോക്കണം, ഒരു വശത്ത് ഭയം വിതയ്ക്കുന്നതും അമേരിക്കയാണ്. ഇപ്പോൾ ഇറാൻ വിഷയത്തിൽ തന്നെ ഇറാൻ അറബ് രാജ്യങ്ങൾക്ക് മുഴുവൻ ഭീതിയാണ്, ലോകത്തിന് തന്നെ ഭീഷണിയാണ്. ഇറാൻ്റെ ആണവശക്തി, അത് ആണവായുധം ഉണ്ടാക്കിയാൽ നിങ്ങളെയൊക്കെ തീർത്ത് കളയുമെന്ന് പറഞ്ഞ് ഭയം വിതച്ചത് അമേരിക്കയാണ്. അവിടെ ആക്രമണം നടത്തി ഈ വിഷയം മുഴുവൻ സങ്കീർണമാക്കിയത് അമേരിക്കയാണ്. ഹോർമൂസ് അടച്ചിടാനുള്ള കാരണം ഈ യുദ്ധമാണ്. ആലോചിച്ച് നോക്കണം, ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കയറിയിട്ടാണ് ഈ തോന്നിയാസം കാണിക്കുന്നത്. എന്നിട്ടും അവർ പറയുന്നത് ഇത് അറബ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ സാഹസമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ആണെന്നുള്ള രീതിയിലാണ്. ആരാണ് പറയുന്നത്? ആണവശേഷിയുള്ള ആണവരാജ്യമായ അമേരിക്കയാണ് ആണവശക്തി ലോകത്തിന് അപകടമാണെന്ന് പറഞ്ഞിട്ട് ഈ പണി മുഴുവൻ കാണിക്കുന്നത്. അപ്പം ഇപ്പം സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങളുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളോട് ഒരു ദേഷ്യവുമില്ല. ഗൾഫ് രാജ്യങ്ങളോട്, അറബ് രാജ്യങ്ങളോട് ഞങ്ങൾക്കുള്ള ഒരു പ്രശ്നം ഈ അമേരിക്കയുടെ സൈനിക കേന്ദ്രമാണ്. ഇപ്പം ഈ കരാർ നിലവിൽ വരുന്നതോടെ ഈ സൈനിക കേന്ദ്രത്തിന് ആവശ്യമില്ല, കാരണം യുദ്ധമില്ല, മേഖലയിൽ യുദ്ധമില്ല. അപ്പോൾ പിന്നെ നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോകാം. നമുക്കൊരു മുസ്ലിം ബ്രദർഹുഡ് എന്നൊക്കെ പറയുന്ന, അത് വേറെ അർത്ഥമാണ്, പക്ഷേ അതൊരു ഇംഗ്ലീഷിൽ പരിവർത്തനം ചെയ്യുമ്പോൾ ഒരു സൗഹൃദ, അതായത് ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിച്ചു നിന്ന് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഒന്നിച്ചു നിന്ന് നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ പറയുമ്പോൾ ഇറാൻ രണ്ട് ലക്ഷ്യമുണ്ട്. ഒന്ന്, ഇറാനെ അഴിച്ചു വിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ഇറാൻ്റെ മേൽ ഉപരോധങ്ങളില്ല. ഇറാൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത്, അതായത് എണ്ണ ഉൾപ്പെടെയുള്ള അവരുടെ മൂലധനം, അവരുടെ സമ്പത്ത്, അവരുടെ അത്രയധികമുള്ള അവരുടെ ഒരു പൊട്ടൻഷ്യൽ വളരെ വലുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നും വേണ്ട, ഇല്ലായ്മകൾക്കും ഉപരോധങ്ങൾക്കും ആക്രമണങ്ങൾക്കും നടുവിൽ നിന്നിട്ട് സ്വന്തമായി ഉണ്ടാക്കിയ ആയുധങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയുടെ സകല എണ്ണത്തെയും പറപ്പിച്ചില്ലേ, കത്തിച്ച് കളഞ്ഞില്ലേ ഇറാൻ. അത് തന്നെ അവരുടെ വലിയ കരുത്താണ്. അപ്പോൾ ഈ അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയും ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ വികസിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അവരുടെ കയ്യിൽ കുറച്ച് കാശ് വന്നാൽ അത് തന്നെയാണ് അമേരിക്കയുടെ ഭയം. അല്ല, അവിടെയാണ് ഇറാൻ അമേരിക്കയുമായി വെല്ലുവിളിക്കാതെ, ഇപ്പം അമേരിക്കയെ തീർത്ത് കളയുന്നല്ല ഇറാൻ പറയുന്നത്. ഞങ്ങൾക്കറിയില്ല, ട്രംപ് എന്തോ പറയുന്നത്, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ധാരണയില്ല. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടാനാണ്, അത് മേടിക്കണം. അതിപ്പോൾ ഖത്തറിൽ നിന്ന് $600 കോടി നൽകാം എന്നൊരു വാർത്ത രാവിലെ വന്നിട്ടുണ്ട്. അത് ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല, പക്ഷേ അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ ഒരു വാർത്ത അങ്ങനെ വരുന്നുണ്ട്. അതായത് ഇറാനുള്ള സാമ്പത്തിക പാക്കേജിൻ്റെ ആദ്യഘട്ടം ഖത്തറിൽ നിന്നായിരിക്കുമെന്ന് കേൾക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ അറബ് രാജ്യങ്ങളും ഇറാനുമായി സഹകരിക്കാൻ, ഇറാൻ ആക്രമിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇറാൻ ഒരു ഭീഷണിയല്ല, ഇറാൻ വെല്ലുവിളിക്കുന്നില്ല, ഇറാൻ അറ്റാക്ക് ചെയ്യുന്നില്ല, ഇറാൻ ആയുധം താഴെ വയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ അറബ് രാജ്യങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ട് സഹകരിച്ചുകൂടാ. OIC-ലും, അതായത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്ന് പറയുന്ന 56 രാജ്യങ്ങളുടെ കൂട്ടായ്മയും അറബ് ലീഗ് എന്ന് പറയുന്ന അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ഇറാൻ ഉണ്ടെന്നേ. ഈ പലസ്തീൻ വിഷയത്തിലൊക്കെ ഇറാൻ ഇതിനു മുമ്പ് എടുത്തിട്ടുള്ള നിലപാടുകൾ പിന്നീട് അറബ് രാജ്യങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മുമ്പ് ഈ പലസ്തീനിലേക്ക് ആദ്യ ആക്രമണം, ഗസയിലേക്ക് 2.5 വർഷം മുമ്പ് ഇസ്രായേൽ ആക്രമണം നടന്ന സമയത്ത് ഇറാൻ എടുത്ത നിലപാട് വളരെ നോട്ടഡ് ആയിട്ടുള്ള നിലപാടാണ്. അന്ന് ഇറാൻ പറഞ്ഞത്, ഇന്ന് നമ്മൾ പശ്ചിമേഷ്യയിലേക്ക് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈന്യം ഗസയിലേക്ക് ആക്രമണം നടത്തുന്നതിനെ നമുക്ക് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മളതിനെ തടഞ്ഞില്ലെങ്കിൽ, പ്രതിരോധിച്ചില്ലെങ്കിൽ, നാളെ ഏതു രാജ്യത്തിനും ഈ സ്ഥിതി വരാമെന്ന് ഈ യോഗത്തിൽ ഇറാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അത് തുർക്കി മാത്രമാണ് അന്ന് ഇറാനെ പിന്തുണച്ച് രംഗത്ത് വന്നുള്ളൂ. പക്ഷെ അതിനുശേഷം ഈ കഴിഞ്ഞ മാസമാണ്
ഒമാനെ കയറി ആക്രമിക്കുമെന്ന് ട്രംപ് വെല്ലുവിളിച്ചു. അപ്പം ആ രീതിയിൽ ട്രംപിനെ അമേരിക്കയെ സംബന്ധിച്ച് അതൊരു പാശ്ചാത്യ ശക്തിയാണ്. അവരുടെ രീതി അധിനിവേശമാണ്, ആയുധ കച്ചവടമാണ്, രണ്ട് വള്ളത്തിലും കാലിട്ട് ഒരേ സമയം നേട്ടമുണ്ടാക്കലാണ് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായി ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഇറാന് കഴിഞ്ഞു. എന്ന് മാത്രമല്ല, അമേരിക്ക തലകുത്തി മറിഞ്ഞാലും തിരിച്ചടിക്കാൻ നമ്മൾ സജ്ജരാണെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അമേരിക്ക വിചാരിക്കുന്ന ഒന്നും അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പം നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഇടയിൽ, യൂട്യൂബ് ചാനലിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് പേര് വന്ന് കമന്റിടും, ഇറാൻ്റെ കുറേ ആളുകൾ മരിച്ചില്ലേ, ഖാംനെയി കൊല്ലപ്പെട്ടില്ലേ. ഖാംനെയി കൊല്ലപ്പെട്ടെന്ന് വെച്ചാൽ എന്താ? ഖാംനെയി കൊല്ലപ്പെടുന്നതിന് മുമ്പ് തന്നെ മരണാനന്തരം എന്തൊക്കെ വേണം എന്നതിനെക്കുറിച്ച് കൃത്യമായി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇറാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നതെന്നുള്ള യാഥാർത്ഥ്യം ഈ മണ്ടന്മാർക്ക് അറിയില്ല. പക്ഷെ അത് മാത്രമല്ല, ഇറാൻ കൃത്യമായ കണക്കുകൾ പുറത്തു വിടുന്നത് കൊണ്ടാണ് ഇതൊക്കെ. അതെ അതെ, ഇപ്പൊ ഇറാൻ പറയാണ് ഖാംനെയി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഒരു അറയിൽ ഞങ്ങൾ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിനെതിരെ പറയാൻ ആർക്ക് സാധിക്കും? കാരണം ഇറാനുള്ള എന്താ സംഭവിക്കുന്നത് ഇവർക്ക് ആർക്കും അറിയില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം ഇറാൻ 8 അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായി നടത്തിയ ആക്രമണം. ഇവർ പറയുന്നത് ഇറാൻ ഇപ്പം തകരും, ഇപ്പം തീരും, 90% മിസൈൽ ശേഷി നശിച്ചു, അവരുടെ ലോഞ്ചിങ് പാഡുകൾ തകർന്നു, ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങൾ ഞങ്ങൾ തകർത്തു, ഇറാനിലെ എണ്ണ മുഴുവൻ ഞങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു എന്നൊക്കെ അമേരിക്ക പറയുമ്പോഴും ഇറാൻ ശക്തമായിട്ട് തിരിച്ചടിക്കും. ഇതൊക്കെ നശിച്ചു പോയൊരു രാജ്യത്തിന് എങ്ങനെയാണ് സാധിക്കുക? ഇത്രയും ആക്രമണങ്ങൾ നടത്തിയിട്ടും ഒരു വിവരങ്ങളും ഇതിന്റെ പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. ഇതിലിപ്പം ഇസ്രായേലിലായാലും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലായെങ്കിലും ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ തീവ്രത എത്രത്തോളമാണെന്ന് അവർ സമ്മതിക്കില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അമേരിക്കയുടെ കുറേ പടക്കപ്പലുകൾ ഇറങ്ങി ഇപ്പോഴാ ഇറാനെ തീർക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒമാൻ്റെ കടൽ ഭാഗത്തും ഹോർമൂസിൻ്റെ പരിസരത്തൊക്കെ ഇവർ വന്ന് വട്ടം കറങ്ങി. USS എബ്രഹാം ലിങ്കൺ, USS ജെറാൾഡ് ഫോർഡ്, അതുപോലെ തന്നെ USS ജോർജ് W. ബുഷ്, കുറേ കപ്പലുകൾ വന്നു. ഇതൊക്കെ എവിടെ പോയി? ഇവരെന്തെങ്കിലും ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടത്തിയതായിട്ട് ആരെങ്കിലും അറിഞ്ഞു? ആരെങ്കിലും കണ്ടോ? പകുതി കപ്പലുകളും തരിപ്പണമായി തിരിച്ചു കൊണ്ടുപോയെന്നാണ് റിപ്പോർട്ടുകൾ. ഈ കഴിഞ്ഞ ദിവസം പോലും ഒമാൻ സമുദ്ര തീരത്ത് വന്ന 2 കപ്പലുകൾ ഇറാൻ്റെ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടത്തിക്കൊണ്ടുപോവുക ചെയ്തത്. അപ്പോൾ ഇങ്ങനെ എല്ലാത്തരം അമേരിക്കയുടെ നീക്കങ്ങളെയും ഇറാൻ തിരിച്ചടിച്ചിട്ട് പറയാണ് പശ്ചിമേഷ്യക്ക് ഈ പാശ്ചാത്യ ശക്തികളുടെ ആവശ്യമില്ല. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇറാൻ തന്ത്രപരമായിട്ടൊരു ബ്രില്യൻ ഗെയിമിലേക്ക് പോവുകയാണ്. അതായത് അമേരിക്കയുമായിട്ടുള്ള സൗഹൃദം നിങ്ങൾ ഉപേക്ഷിച്ചോളൂ, ഇവിടെ ഒരു വലിയ ശാക്തികചേരിക്ക് സ്കോപ്പുണ്ട്. ഇപ്പോൾ റഷ്യ ആയാലും ചൈന ആയാലും ഈ യുദ്ധ വിഷയത്തിൽ പൂർണ്ണമായിട്ടും ഇറാനൊപ്പം നിലകൊണ്ട രാജ്യങ്ങളാണ്. ഇറാന് പലതരത്തിലുള്ള ആയുധങ്ങളും സാങ്കേതിക സംവിധാനവും സാറ്റലൈറ്റ് സഹായങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ റഷ്യയും ചൈനയും തള്ളി പറയാൻ അല്ലെങ്കിൽ അവർക്ക് നേരെ വെല്ലുവിളി ഉയർത്താനായിട്ട് ട്രംപോ നെതന്യാഹുവോ തയ്യാറായിട്ടുമില്ല. ഉത്തര കൊറിയ ഒരിടയ്ക്ക് കിം ജോങ് ഉൻ പലതവണ അദ്ദേഹം ഈ നെതന്യാഹുവിനെയും ട്രംപിനെയും വിമർശിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ വലിയ കളിക്ക് വന്നാൽ വിവരം അറിയും എന്നും പറഞ്ഞിട്ടുണ്ട്. തിരിച്ചൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് വളരെ ക്രിയാത്മകമായി തിരിച്ചു വരികയാണ്. ആ തിരിച്ചുവരവിൽ ഒരു ലീഡ് റോളിലേക്ക് വരാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഏത് പറഞ്ഞ പോലെ അങ്ങനത്തെ തിരിച്ചുവരവിന് ഒരു ലീഡ് റോളിലേക്ക് വരാൻ ഇറാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു. അതായത് അമേരിക്കയെ പതിയെ പിന്തള്ളിക്കൊണ്ട് ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശം. എത്രമാത്രം അതിനെ ഗൾഫ് രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും? അതൊരു വലിയ ചോദ്യമാണ്. ഇത് ഞാൻ പറയുന്നത് സംഭവിക്കുമെന്നല്ല, പക്ഷേ ഇറാൻ്റെ നീക്കം അതാണ്. അതായത് ഗൾഫ് രാജ്യങ്ങളോടുള്ള ദേഷ്യം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ്. അതായത് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നിങ്ങൾ താവളം ഒരുക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കയുടെ സൈന്യത്തിന് നിങ്ങൾ താവളം ഒരുക്കുന്നു, ഞങ്ങളെ ആക്രമിക്കാൻ നിങ്ങളുടെ കേന്ദ്രങ്ങൾ അവരുപയോഗിക്കുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിങ്ങളെ ആക്രമിച്ചത്, അല്ലാതെ നിങ്ങളോട് മറ്റൊരു തരത്തിലുള്ള ദേഷ്യമോ പകയോ ഞങ്ങൾക്കില്ല. അമേരിക്ക ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സജ്ജമായാൽ നിങ്ങളുമായി സഹകരിക്കാനും നിങ്ങളുമായി വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെടാനും ഒരു സഹോദര രാജ്യങ്ങളെന്ന നിലയിൽ ഒന്നിച്ചു പോകാനും ഞങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ പറയാണ്. അപ്പോൾ ഇതോടുകൂടി ഇറാന് മേലുണ്ടായിരുന്ന സകല ആരോപണങ്ങളും തകർന്നടിക്കും. അമേരിക്ക പറയുന്നത് ഇറാൻ ആണവശക്തിയാവും, അതിനുശേഷം ഇസ്ലാമിക രാജ്യങ്ങൾ ആക്രമിക്കും. ഷിയ സുന്നി വിഭാഗങ്ങളാണ് ഇത്, ഈ മുസ്ലിം വിഭാഗത്തിലെ 2 ഷിയ രാജ്യവും സുന്നി രാജ്യങ്ങളുമാണ് എന്നുള്ളത്. ഇറാൻ ഒരു ഷിയ കൺട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വൈരുദ്ധ്യം അല്ലെങ്കിൽ ഈ ഒരു ഭിന്നത ഇതിനെയാണ് അമേരിക്ക കത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇറാൻ ഇപ്പോൾ ആ സ്ട്രാറ്റജിയെ മാറ്റി. നമ്മൾ സഹോദരങ്ങളാണ്, നമുക്ക് ഒന്നിച്ചു നിൽക്കേണ്ടതിന് ആവശ്യകതയുണ്ട്, ഒന്നിച്ച് പുരോഗതിയിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ എന്തിനാണ് നമുക്ക് ഈ സ്പർദ്ധ? എന്തിനാണ്? അപ്പോൾ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് ശരിയാണ്, ഇറാൻ ആക്രമണം നടത്തിയത് മുഴുവൻ ഈ പറയുന്ന സൈനിക കേന്ദ്രങ്ങളിലേക്കാണ്. അമേരിക്ക വലിയ തോതിൽ സംരക്ഷണം ഒരുക്കുമെന്ന് പറഞ്ഞിട്ട്
സ്വന്തം കപ്പലുകൾ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത, സ്വന്തം അപ്പാച്ചെ ഹെലികോപ്റ്ററും F-15 വിമാനങ്ങളും സംരക്ഷിക്കാൻ കഴിയാത്ത, സ്വന്തം സൈനിക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്ത അമേരിക്ക എങ്ങനെയാണ് ഈ പറയുന്ന എണ്ണപ്പാടങ്ങളും രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും സംരക്ഷിക്കുക? വലിയ ചോദ്യമാണ്. എന്ന് മാത്രമല്ല, ഇപ്പം അമേരിക്ക ആണെങ്കിലും എത്ര കാലമായി ഇറാൻ ഇപ്പം തകർക്കും, ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരും, ഇറാൻ ഞങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ തീർത്ത് കളയും, നിരന്തരമായി റിപ്പീറ്റ് മടുത്തു തുടങ്ങി. ചോദ്യം തന്നെയാണല്ലേ ആണ്. ഇറാൻ ഒന്നും അല്ല, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മുടെ താഴെ വരുന്ന കമന്റുകളെ ഒരു ചെറിയൊരു ശതമാനം മാത്രമാണ് അതിനെ എതിർക്കുന്നുള്ളൂ. എന്നാൽ പോലും അവർക്കൊന്ന് ചിന്തിച്ചാൽ എന്തോ ഇത്രയും വലിയ ശക്തിയാണ് അമേരിക്ക എങ്കിൽ എന്തുകൊണ്ട് ഇറാൻ ഇത്ര ചെറിയൊരു രാജ്യമാണെങ്കിൽ ഇറാനെ തകർക്കാൻ സാധിക്കുന്നില്ല? ഇവർ ഈ ട്രംപ് ഞങ്ങളുടെ നേതാവാണ്, അമേരിക്കയാണ് ഞങ്ങളുടെ മാതൃരാജ്യം എന്ന രീതിയിൽ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇവരേതോ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അതായത് ട്രംപ് പറയുമ്പോഴേക്കും ഇറാൻ അങ്ങ് തീരാൻ നിൽക്കുകയാണെന്നുള്ളതാണ്. അയ്യോ ട്രംപ് പറഞ്ഞു എന്നാൽ തീർന്നേക്കാം എന്ന് പറഞ്ഞിട്ട് സ്വയം പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുന്ന ആളുകളാണ് ഉള്ളതെന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു വലിയ ഗെയിമാണ്. ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അതായത് പതിയെ പതിയെ അമേരിക്കയാണ് ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണക്കാർ എന്നത് ലോകത്തെ ബോധ്യപ്പെടുത്തുക. അമേരിക്കയും ഇസ്രായേലും പാടി നടക്കുന്നത് പോലെ ഇറാൻ ഒരു കുഴപ്പം പിടിച്ച രാജ്യമല്ല, അല്ലെങ്കിൽ ഇറാൻ്റെ നിലപാടുകൾ യുദ്ധത്തിന് വേണ്ടിയുള്ളതല്ല, ഇറാൻ ഒരിക്കലും അത്തരം ആക്രമണങ്ങളിലേക്ക് പോകില്ല എന്നതാണ് ഇറാൻ്റെ നിലപാട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുക. ഇപ്പം ഇറാനുള്ളിൽ പലതരത്തിലുള്ള മാനുഷിക പ്രശ്നം, മനുഷ്യാവകാശ പ്രശ്നം, അത് ഇതൊക്കെ ഉണ്ടാവും. അത് ആ രാജ്യത്തിൻ്റെ നിയമമാണെന്നേ. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു കൊലപാതക കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തലവെട്ടുന്ന നിയമം ഉണ്ടാവും, ചാട്ടവാറടിക്കുന്ന നിയമം ഉണ്ടാവും. നമ്മുടെ രാജ്യത്ത് അതില്ല. നമുക്ക് ഭരണഘടനയും ജനാധിപത്യ സംവിധാനവും ഉണ്ട്. അതങ്ങനെയല്ല, രാജഭരണമാണ്. അന്ന് നമ്മൾ നമ്മുടെ ഒരു സംഹിത വെച്ചിട്ട് അവിടെ നോക്കിയിട്ട് അവിടെ ഈ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ശരിയാവും. അത് അവരുടെ നിയമമാണ്. ആ രാജ്യത്ത് അതാണ് നിയമം. അതനുസരിക്കുന്നവർ അവിടെ നിന്നാൽ മതി. ഞാൻ പറയുന്നത് ആ രാജ്യത്ത് കാലാകാലങ്ങളായിട്ടാണ് നിയമം. ഇപ്പം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ പ്രതികളാക്കപ്പെടുന്ന ആളുകൾ ജയിലിൽ പോയി സുഖവാസം അനുഭവിക്കുന്ന ഒരു പരാതി എല്ലാവരും പറയാറുണ്ട്. ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ പോലുള്ളവർ തിന്നു കൊടുത്ത് കുട്ടപ്പനായിട്ട് നടക്കുന്നു എന്നൊരു പരാതിയുണ്ട്. അത് ആ രാജ്യത്തിരുന്നിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് അവിടെയുള്ളവർ പറയാണ്, ദേ കള്ളന്മാരെ സുഖിക്കാൻ വിടുന്നു, ഞങ്ങളെ രാജ്യത്തെ കണ്ടുപിടിക്കും, ഇവിടെയാണ് തലവെട്ടിയാനെ എന്ന് പറയുന്നില്ലേ? ഇതേപോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. അപ്പോൾ ശരിക്കും ഒരു രാജ്യത്തിൻ്റെ നിയമം ആ രാജ്യത്തിൻ്റെ ടെറിട്ടറിക്കുള്ളിൽ അത് നിയമമാണെന്നേ. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അത് മോശമാണ്, അത് ജനാധിപത്യവൽക്കരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കാണ്? ഇസ്ലാമിക നിയമത്തിൽ എന്ത് ജനാധിപത്യവൽക്കരണം? ഞാൻ പറയുന്നത് ഈ പറയുന്ന ആളുകൾ തന്നെ ഇവിടെ ഇരുന്ന് സംഘപരിവാറാണ് ഇതിൻ്റെ, അല്ലെങ്കിൽ സംഘപരിവാർ ഐഡിയോളജിയുള്ള ആളുകളാണ് ഈ ഗൾഫ് രാജ്യങ്ങളെ മുഴുവൻ കുറ്റം പറയുന്നത്. ഇതേ ആളുകൾ തന്നെയാണ് അവിടെ പോയിട്ട് ജോലി ചെയ്യുകയും അവിടെ നിന്ന് സമ്പാദിച്ച പണം വീട്ടിൽ കൊടുക്കുകയും ഒരു കുഴപ്പമില്ലാണ്ട് കുടുംബം നോക്കുകയും ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ നിയമം അതിനെ ബഹുമാനിക്കുക എന്നുള്ളതാണ് എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യം. അല്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം ശ്രേഷ്ഠമാണ്, അവിടുത്തെ രാജ്യത്തിന് പോക്കാണെന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. ഇപ്പം ഇറാനെതിരായിട്ട് എല്ലാവരും പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അവിടെ ഇസ്ലാമിക നിയമമാണ്, സ്ത്രീകൾക്ക് ആയിക്കോട്ടെ, അത് അവിടുത്തെ നിയമമല്ലേ. ലോകം മുഴുവൻ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള വസ്ത്രമിട്ട് നടക്കാൻ പറ്റും, അല്ലെങ്കിൽ തുണി കൊടുക്കാൻ നടക്കാൻ പറ്റണം, അല്ലെങ്കിൽ ബിക്കിനി ഇട്ട് നടക്കാൻ പറ്റണം എന്ന് പറഞ്ഞാൽ നടക്കൂ. അത് ഓരോ രാജ്യത്തിനും ഓരോ നിയമമാണ്. ഇതിലും കടുകട്ടിയായിട്ടുള്ള പല നിയമങ്ങളും പല രാജ്യങ്ങളിലും ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് അതിൻ്റെ പേരിൽ ഇറാൻ ആക്രമിക്കപ്പെടണം എന്ന് പറയുന്നത് ശരിയാണ്, അത് ശരിയല്ല. അത് ആ രാജ്യത്തിൻ്റെ പരമാധികാരമാണ്, ആ രാജ്യത്തിൻ്റെ നിയമമുണ്ട്, അതനുസരിച്ച് അവിടുത്തെ ജനങ്ങൾ. ഇപ്പോൾ ട്രംപ് പറഞ്ഞത് എന്താണ്? ഞങ്ങൾ യുദ്ധം ചെയ്തതോടുകൂടി ഇറാനിലെ ജനങ്ങൾ സ്വതന്ത്രരാകും എന്ന് പറഞ്ഞ ആളാണ് ട്രംപ്. പക്ഷെ എന്താ സംഭവിച്ചത്? ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇറാനിൽ ആഭ്യന്തര കലാപം ഉണ്ടായിരുന്നു. യുദ്ധം തുടങ്ങിയതിന് ശേഷം ആഭ്യന്തര കലാപം അവസാനിച്ചു. അവരൊറ്റക്കെട്ടായി സ്വന്തം രാജ്യത്തിന് വേണ്ടി നിലപാടെടുത്തു. ഇതോടുകൂടി ട്രംപിൻ്റെ ഏറ്റവും വലിയ പദ്ധതി പൊളിച്ച അവിടെയാണ്. 10 ഇന്റലിജൻസ് ഏജൻസികളെ, പല രാജ്യങ്ങളിലെ 10 ഇന്റലിജൻസ് ഏജൻസികളെ കോർഡിനേറ്റ് ചെയ്ത് ഇറാനിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രായേലും നിയോഗിച്ചു എന്ന് പറഞ്ഞത് IRGC ആണ്, അവർ കണ്ടെത്തിയാണെന്ന്. അപ്പോൾ അത്രയും വലിയ പ്ലാനായിരുന്നു. ഇറാനിൽ ഖാംനെയി കൊല്ലപ്പെടുന്നു, ആഭ്യന്തര കലാപം ഉണ്ടാകുന്നു, ഈ ഗ്യാപ്പിൽ സമാധാന ദൂതനായി ട്രംപിൻ്റെ രംഗപ്രവേശം ഉണ്ടാകുന്നു, ഹോർമൂസിന് ട്രംപിൻ്റെ പേരിടുന്നു, ഹോർമൂസും ഈ ഇറാനിലെ എണ്ണയും ജനങ്ങളും എല്ലാം ഒന്നിച്ച് അടിച്ചെടുത്ത് കൊണ്ടുപോകാൻ ആശം വിചാരിച്ചത്, പക്ഷെ പൊളിഞ്ഞുപോയി. അപ്പം അങ്ങനെ ഒരു ഗെയിം പ്ലാൻ നടത്തി ചീറ്റിപ്പോയ ട്രംപ് ഇപ്പോഴും ആ ബേസിക് നിലവാരത്തിൽ നിന്ന് മാറിയിട്ടില്ല, ആ തരം താഴ നിലവാരത്തിൽ നിന്ന് ആൾ മാറിയിട്ടില്ല. പക്ഷെ ഇറാൻ ഇതിൽ നിന്ന് പാഠം പഠിച്ചു. എങ്ങനെയാണ് ഒരു അറ്റാക്ക് വന്നത്? അത്രയേ ഉള്ളൂ. അതായത് ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന സമയത്താണ് ഈ അറ്റാക്ക് ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും ഇറാന് മനസ്സിലായി ചതിയാണ്, അമേരിക്കയുടെ പണി ചതിയാണ്. അതുകൊണ്ട് തന്നെ ഈ കരാറിൽ വലിയ വിശ്വാസമൊന്നും ഇറാൻ രേഖപ്പെടുത്തുന്നില്ല. നടന്നാൽ നടന്നു, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷേ ഞങ്ങളുടെ കാര്യങ്ങൾ നടന്നാലേ
ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറൂ എന്നൊരൊറ്റ പോയിന്റിൽ പിടിച്ച് അതിനെ അറബ് രാജ്യങ്ങളെ കൂടി അതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട്, അതായത് നിങ്ങൾക്ക് ഞങ്ങൾ ഒരു കുഴപ്പമുണ്ടാക്കില്ല, മറിച്ച് ഞങ്ങൾക്ക് നിങ്ങളും അവരും, അതായത് അമേരിക്കയും ഞങ്ങളെ ആക്രമിക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പ് തരണം. ഇതാണിപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന തുറുപ്പ് ചീട്ട്. ഇത് കൃത്യമായി അറബ് രാജ്യങ്ങൾ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് അവർ ഇറാനുമായി ഒരു സൗഹൃദ ബന്ധത്തിലേക്ക് പോവുകയും ചെയ്താൽ ട്രംപിന് ഇറാൻ തൊടാൻ കഴിയില്ല. ഇറാൻ ഇനി യുദ്ധമെന്ന് പറഞ്ഞിട്ട് ട്രംപിന് ഇറങ്ങാൻ കഴിയില്ല. അത്രയധികം സമ്മർദ്ദം ഗൾഫ് രാജ്യങ്ങൾ കൊടുക്കും. ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ അതിജീവിക്കാനും ട്രംപിന് തൽക്കാലം പറ്റില്ല. കാരണം ഏറ്റവും കൂടുതൽ പണമുള്ള മേഖല പശ്ചിമേഷ്യയാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനൊക്കെ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. അമേരിക്കയിൽ പോലും ട്രംപിൻ്റെ ഇപ്പോഴത്തെ നയങ്ങൾക്കെതിരെ വലിയ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ട്. അപ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ ഇറാൻ വരച്ച വരയിലേക്ക് തൽക്കാലം വരിക, വലിയ അലമ്പിനൊന്നും പോവാതിരിക്കുക. അല്ലാതെ ഇസ്രായേൽ പറയുന്നത് കേട്ട് ഇനി യുദ്ധത്തിനിറങ്ങിയാൽ അട്ടപട്ടലം പൊളിയുമെന്നുള്ള കാര്യം ട്രംപിന് മനസ്സിലായിട്ടുണ്ട്. അത് ഏറ്റവും ഒടുവിൽ ട്രംപ് തന്ത്രം ചെയ്തത് ഒമാനിൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ ഗ്രിപ്പില്ലാത്തൊരു വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം നോക്കിയത്. അവിടെയാണ് അടിച്ച് പൊട്ടിച്ചത് ഇറാൻ. അപ്പോൾ അതും നടക്കില്ല എന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി ട്രംപിൻ്റെ സകല പിടിയും വിട്ടു. പിന്നെ ഞാൻ ജയിച്ചു എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന നാടകം മാത്രമാണ് ട്രംപ് നടത്തുന്നത്. പക്ഷേ ഇപ്പുറത്ത് ഇറാൻ ഒരു വലിയ ഗെയിം പ്ലാൻ നടത്തുകയാണ്. ഇത് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയൊരു പവർഫുൾ ഇക്കണോമി ആയിട്ടായാലും അല്ലെങ്കിൽ ഒരു പവർഫുൾ രാജ്യമായിട്ടായാലും വിദൂര ഭാവിയിലാണ് കേട്ടോ, നാളെ മറ്റന്നാൾ നല്ല പറയുന്നത്. പക്ഷേ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ രാജ്യത്തെ മുഴുവനായി പുനരുദ്ധരിച്ച് മുന്നോട്ട് കൊണ്ടുവരാനും ഒരു വലിയ പവർ പോയിന്റ്, ഒരു ശക്തിക ചേരി, ഒരു ശക്തി കേന്ദ്രമായി ഇറാനെ മാറ്റാനുള്ള ശ്രമങ്ങളാണ് അവർ തന്ത്രപരമായി ചെയ്യുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രഖ്യാപനം അവർ നടത്തിയിരിക്കുന്നത്.